എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് അഥവാ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന നോവലിൻ്റെ ഒന്നാം ഭാഗം. ശരിക്കും മടുത്തു. എത്ര നേരമായി ഈ പുഴക്കരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. ചേച്ചി വായിക്കുന്ന പുസ്തകത്തിലേക്ക് ആലീസ് 1-2 വട്ടം എത്തിച്ചു നോക്കി. അതിനുമില്ല ഒരു രസം. ഒരു പടം പോലുമില്ലാത്ത പുസ്തകം. പകലിന് വല്ലാത്ത ചൂട്. ഉറക്കം വന്നു തുടങ്ങി. കുറച്ച് പൂക്കളിറുത്ത് ഒരു മാല കോർത്താലോ? അവൾ ആലോചിച്ചു. അപ്പോൾ അവൾക്കരികിലൂടെ ഒരു വെളുത്ത മുയൽ ഓടിപ്പോയി. സമയം വളരെ വൈകി. ഓട്ടത്തിനിടയിൽ മുയലച്ചൻ പറയുന്നത് അവൾ കേട്ടു. ഹോ, അതിലെന്തിത്ര കാര്യം? ആലീസ് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അടുത്ത നിമിഷം അവൾ പക്ഷേ അതിശയിച്ചു പോയി. ആ മുയലച്ചൻ അവൻ്റെ വെളുത്ത കുപ്പായ പോക്കറ്റിൽ നിന്ന് ഒരു വാച്ച് പുറത്തെടുത്ത് നോക്കുന്നു. ഇത് എന്ത് കഥ? ആദ്യമായാണ് ആലീസ് ഇങ്ങനൊരുത്തനെ കാണുന്നത്. അവൾക്ക് കൗതുകം തോന്നി. പിന്നെ താമസിച്ചില്ല. അവൾ ചാടി എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ വെച്ചടിച്ചു. വയലുകൾ ചാടിക്കടന്ന് ആലീസ് അവനടുത്തെത്തി. പക്ഷേ അവിടെ കുറ്റിച്ചെടികൾക്കിടയിലുള്ള ഒരു മാളത്തിലേക്ക് അവൻ ഓടിക്കയറി. സംശയിച്ചു നിന്നാൽ ശരിയാകില്ലെന്ന് ആലീസിന് തോന്നി. അവളും ആ മാളത്തിലേക്ക് കയറി. അതൊരു തുരങ്കം പോലെയായിരുന്നു. ആലീസ് വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് അഗാധമായൊരു കിണറിലേക്ക് അവൾ വീണു. വളരെ സാവധാനമാണ് ആലീസ് താഴോട്ട് പോയിക്കൊണ്ടിരുന്നത്. എത്ര വീണിട്ടും അവൾ താഴത്തെത്തിയില്ല. അവൾ താഴേക്ക് നോക്കി. കൂരിരുട്ട്. ഒന്നും കാണാനില്ല. പിന്നീട് ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. അവൾ അത്ഭുതപ്പെട്ടു പോയി. താഴേക്കുള്ള ചുമർ നിറയെ അലമാരകളും പുസ്തക ഷെൽഫുകളും, കൂടാതെ ധാരാളം ചിത്രങ്ങളും ഭൂപടങ്ങളും ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. താഴെ എത്താൻ സമയം ഒത്തിരി എടുക്കും. ഏതായാലും അലമാരയിൽ നിന്ന് ആലീസ് ഒരു പാത്രമെടുത്തു. ഓറഞ്ച് ജാം എന്നൊരു ലേബൽ അതിലൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ പാത്രത്തിനകത്താകട്ടെ ഒന്നുമില്ല താനും. അവൾക്ക് ശരിക്കും സങ്കടം തോന്നി. താഴേക്കെറിഞ്ഞാലോ? ഒരു നിമിഷം ശങ്കിച്ചു. വേണ്ട, ആരുടെയെങ്കിലും തലയിൽ വീണാൽ അവർ ചത്തുപോകും. അവൾ ആ പാത്രം തൊട്ട് താഴെയുള്ള അലമാരയിൽ വെച്ചു. വീട്ടിലൊരു ഏണിപ്പടി ഇറങ്ങിയാൽ വീഴുന്നവളാ. ദാ എത്ര വീണിട്ടും ഒന്നും പറ്റിയില്ല, ആലീസ് വിചാരിച്ചു. അവരെറിഞ്ഞാൽ എൻ്റെ ധൈര്യത്തെ പുകഴ്ത്തിയേനെ. അവൾ താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. ഈ വീഴ്ചയ്ക്കൊരു അവസാനമില്ലേ? എത്ര ദൂരം പിന്നിട്ട് കഴിഞ്ഞു? ഭൂമിയുടെ നടുക്കെത്താറായി എന്നാ തോന്നുന്നത്. 4000 മൈലുകൾ കടന്നാൽ മതി ഭൂമിയുടെ നടുക്കെത്തും. വിദ്യാലയത്തിൽ പഠിച്ച കാര്യങ്ങൾ ആലീസിന് ഓർമ്മ വന്നു. അതെ, തീർച്ചയായും 4000 മൈലുകൾ തന്നെ. ഇനിയും താഴോട്ട് പോയാൽ ഭൂമിയുടെ മറുഭാഗത്തെത്തും. അപ്പോൾ തല കുത്തി നടക്കുന്ന ആളുകളെ കാണാം. ആ നാട്ടുകാർ എങ്ങനെയാ നടക്കുക? അവരേത് രാജ്യക്കാരാണാവോ? ഒന്ന് ചോദിച്ചു നോക്കാം. മാഡം, നിങ്ങൾ ന്യൂസിലൻഡുകാരോ ആസ്ട്രേലിയക്കാരോ? ഓ, അല്ലെങ്കിൽ വേണ്ട. ചോദിച്ചാൽ അവർ കരുതും ഞാനൊരു മണ്ടി പെണ്ണാണെന്ന്. സ്ഥലത്തിൻ്റെ പേരെഴുതിയ ഒരു ബോർഡ് എവിടെയെങ്കിലും കാണാതിരിക്കുമോ? വീഴ്ചയ്ക്കിടയിൽ ആലീസ് സ്വയം ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും താഴേക്ക്. ഒന്നും ചെയ്യാനില്ല, വെറുതെ എങ്ങനെ വീഴുക മാത്രം. അവൾ പറഞ്ഞു. ഇന്ന് എന്നെ കാണാതെ എൻ്റെ പൂച്ച ദിന വല്ലാതെ വിഷമിക്കും. ചായ കുടിക്കുമ്പോൾ വീട്ടുകാർ അവളുടെ കാര്യം കൂടി ഓർത്താൽ മതിയായിരുന്നു. പ്രിയപ്പെട്ട ദിന, എൻ്റെ ഒപ്പം നീ ഉണ്ടായിരുന്നെങ്കിൽ. എലികളില്ലെങ്കിലും ഇവിടെ ധാരാളം വവ്വാലുകളുണ്ട്. കണ്ടാൽ എലിയെപ്പോലെ തന്നെ ഇരിക്കും. പക്ഷേ പൂച്ചകൾ വവ്വാലുകളെ തിന്നു. ആലീസിന് ഉറക്കം വന്നു തുടങ്ങി. ഉറക്കത്തിലും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. പൂച്ചകൾ വവ്വാലുകളെ തിന്നു.
പൂച്ചകൾ ശരിക്കും വവ്വാലുകൾ തിന്നു. ആലീസ് സ്വപ്നം കാണാൻ തുടങ്ങി. അവൾ ദിനയോടൊപ്പം നടക്കുന്നു. ദിന, നീ എന്തെങ്കിലും വവ്വാലുകൾ തിന്നിട്ടുണ്ടോ? സത്യം പറയണേ, അവൾ ചോദിച്ചു. ധൂം! പെട്ടെന്ന് കുറെ ചുള്ളിക്കമ്പുകൾക്കും കരിയലുകൾക്കും മീതെ ആലീസ് വന്നു വീണു. ഭാഗ്യം, അവൾക്കൊന്നും പറ്റിയില്ല. അവൾ ചാടി എഴുന്നേറ്റു. ഭയങ്കരമായ ഇരുട്ട്. നീണ്ട ഒരിടനാഴിക മാത്രം കാണാം. ആലീസ് സൂക്ഷിച്ചു നോക്കി. അതാ ആ വെളുത്ത മുയലച്ചൻ അതിലെ ഓടിപ്പോകുന്നു. കാറ്റ് കണക്കെ ആലീസും പാഞ്ഞു. ദൈവമേ, ഇന്ന് എത്ര വൈകി! മുയലച്ചൻ പറയുന്നത് അവൾ കേട്ടു. പക്ഷേ ഇടനാഴിയുടെ ഒരു തിരിവിൽ വെച്ച് അവൻ എങ്ങോ ഓടിമറഞ്ഞു. ഒരു വിശാലമായ മുറിയിലേക്കാണ് ആലീസ് ചെന്നെത്തിയത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ധാരാളം വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. മുറി നിറയെ നല്ല പ്രകാശമുണ്ട്. മുറിക്ക് ചുറ്റും കുറേ വാതിലുകൾ അവൾ കണ്ടു. എന്നാൽ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒന്ന് പുറത്ത് കടക്കേണ്ടേ? ആലീസ് ചുറ്റുമൊന്ന് കറങ്ങി നോക്കി. രക്ഷയില്ല. മുറിക്ക് നടുവിൽ സങ്കടത്തോടെ അവൾ വന്നിരുന്നു. പെട്ടെന്ന് അവൾ അവിടെയൊരു ചില്ലുമേശ കണ്ടു. 3 കാലുള്ള ആ മേശയ്ക്ക് മുകളിൽ ഒരു കൊച്ച് സ്വർണ്ണ താക്കോലിരിക്കുന്നു. പക്ഷേ എന്തു കാര്യം? ഒരൊറ്റ വാതിലിനും താക്കോൽ പാകമല്ല. ആലീസ് ശ്രമം ഉപേക്ഷിച്ചില്ല. അപ്പോൾ അവൾ അവിടെ ഒരു കർട്ടൻ കണ്ടു. അതിന് പിന്നിൽ 15 ഇഞ്ച് മാത്രം ഉയരമുള്ള ഒരു കൊച്ചു വാതിലും. വാതിൽ തുറക്കാൻ പറ്റുമോ എന്നറിയണ്ടേ? ആലീസ് ആ കൊച്ചു സ്വർണ്ണ താക്കോൽ ഉപയോഗിച്ചു നോക്കി. കൃത്യം പാകം. ആലീസ് വാതിൽ തുറന്നു. അതിനപ്പുറം എലിമാളം പോലുള്ള ഒരു വഴിയാണ്. മുട്ടുകുത്തി കിടന്ന് ആലീസ് അതിലൂടെ നോക്കി. വഴി അവസാനിക്കുന്നിടത്ത് അതാ ഒരു ചെറിയ പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ ഒന്നെത്താൻ കഴിഞ്ഞെങ്കിൽ അവൾ ആശിച്ചു. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം എന്ത് കാര്യം? ഒരു പക്ഷേ തല ഇതിലൂടെ കടന്നേക്കും. എന്നാലും ഉടല് കടക്കണ്ടേ? എനിക്കൊന്ന് ചെറുതാകാൻ പറ്റിയാൽ മതിയായിരുന്നു. അവൾക്ക് ആശയടക്കാൻ കഴിഞ്ഞില്ല. ആലീസ് ആ മേശക്കരികിലേക്ക് തിരികെ പോന്നു. വേറെ വല്ല താക്കോലോ ചെറുതാകാനുള്ള വിദ്യ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമോ അവിടെ ഉണ്ടെങ്കിൽ? അപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ഒരു കുപ്പി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആലീസ് അടുത്ത് ചെന്ന് നോക്കി. എന്നെ കുടിക്കൂ എന്നൊരു ലേബൽ കുപ്പിയിൽ ഒട്ടിച്ചിരിക്കുന്നു. ആലീസ് ബുദ്ധിയുള്ളവളായതുകൊണ്ട് കിട്ടിയ പാടെ കുടിക്കാനൊന്നും തുനിഞ്ഞില്ല. വല്ല വിഷമോ മറ്റോ ആണെങ്കിലോ? വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് അപകടത്തിൽ ചാടിയ പലരുടെയും കഥകൾ അവൾ കേട്ടിട്ടുണ്ട്. ഇതെന്തായാലും വിഷമല്ലെന്ന് അവൾ തീർച്ചയാക്കി. കുപ്പി തുറന്ന് ആലീസ് ഇത്തിരി സ്വാദ് നോക്കി. ഹായ്, കൊള്ളാം. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഒറ്റ വലിക്ക് അത് മുഴുവനും അവളകത്താക്കി. എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. ഞാൻ ചെറുതാവുകയാണോ? അവിശ്വാസത്തോടെ ആലീസ് സ്വയം ചോദിച്ചു. അതെ, ആലീസ് ചെറുതാവുകയാണ്. ദാ നോക്കൂ, ഇപ്പോൾ 10 ഇഞ്ച് മാത്രം പൊക്കമേ അവൾക്കുള്ളൂ. അവൾക്ക് വളരെ സന്തോഷമായി. ഇനി ആ പൂന്തോട്ടത്തിൽ കടക്കാമല്ലോ. അവൾ അങ്ങോട്ട് നടന്നു. എന്നാൽ പാവം ആലീസ് താക്കോലെടുക്കാൻ മറന്നു. വീണ്ടും മേശയ്ക്കരികിൽ വന്ന് താക്കോൽ തപ്പി. താക്കോലതാ മേശപ്പുറത്തിരിക്കുന്നു. ഇനി എങ്ങനെ എടുക്കും? അവൾക്കതിനുള്ള പൊക്കമില്ല. മേശക്കാലിലൂടെ കയറി നോക്കി. ഇല്ല, കഴിയുന്നില്ല. വഴുതി വീഴുന്നു. സങ്കടം സഹിക്കാനാവാതെ ആലീസ് തറയിലിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ടെന്ത് കാര്യം? കരയല്ലേ! ഉടനെ അവൾ സ്വയം ശാസിച്ചു. തന്നെ തന്നെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുക എന്നത് ആലീസിൻ്റെ ഒരു ശീലമാണ്. ഒരിക്കൽ പന്ത് കളിച്ചപ്പോൾ അവൾ അവളെ തന്നെ പറ്റിച്ചു. അതിനുള്ള ശിക്ഷയും അവൾ നൽകി. സ്വന്തം ചെകിട്ടത്ത് ഒരൊറ്റയടി. കണ്ണുനീർ തുടച്ച് ആലീസ് നോക്കിയപ്പോൾ മേശയ്ക്കടിയിൽ ഒരു പെട്ടി ഇരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് അവളത് തുറന്നു. അതിനകത്തതാ ചെറിയൊരു കേക്ക്.
എന്നെ തിന്നുക. കേക്കിൽ ഇങ്ങനെയൊരു ലേബൽ. തിന്നു നോക്കാം. ചിലപ്പോൾ പൊക്കം വെച്ചാൽ ആ താക്കോലെടുക്കാൻ പറ്റും. പൊക്കം കുറയുകയാണെങ്കിലോ ആ വാതിലിനടിയിലൂടെ ഇഴഞ്ഞ് പോവുകയുമാകാം. എങ്ങനെയായാലും ഞാൻ ഇന്ന് പൂന്തോട്ടത്തിലെത്തും, ആലീസ് മന്ത്രിച്ചു. അവൾ കേക്കിൻ്റെ ഒരു കഷ്ണം തിന്നു നോക്കി. പൊക്കം കൂടുകയാണോ കുറയുകയാണോ? മേശയിലേക്ക് കൈ ഉയർത്തിപ്പിടിച്ചു. ഇല്ല, മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അവൾ ആശിച്ചത് വെറുതെയായി. ഒരു മാറ്റവുമില്ലെങ്കിൽ പിന്നെ എന്ത് രസമാണുള്ളത്? ദുഃഖത്തോടെ അവൾ ആ കേക്ക് മുഴുവനും തിന്നു തീർത്തു. ഹായ്, എന്തു രസം! ആലീസ് ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. എനിക്കിതാ പൊക്കം വയ്ക്കുന്നു. അവൾ താഴേക്ക് നോക്കി. സ്വന്തം കാലുകൾ വളരെ അകലെയാണെന്ന് അവൾക്ക് തോന്നി. ഇനി ഷൂസ് ഇടാനൊക്കെ പ്രയാസമാകും, അവൾ വിചാരിച്ചു. ഞാൻ പറഞ്ഞാൽ എൻ്റെ കാലുകൾ ഇനി അനുസരിക്കുമോ ആവോ? ക്രിസ്മസ് വരട്ടെ, ഇവർക്ക് ഞാനൊരു പുതിയ ജോഡി ഷൂസ് വാങ്ങി കൊടുക്കുന്നുണ്ട്. സ്വന്തം കാലിന് സമ്മാനം കൊടുക്കുക. ആലോചിച്ചപ്പോൾ നല്ല രസം തോന്നി. പിന്നീട് ആലോചിച്ചപ്പോൾ അതൊരു വിഡ്ഢിത്തമാണെന്നും അവൾക്ക് തോന്നി. പെട്ടെന്ന് അവളുടെ തല മുറിയുടെ മേൽക്കൂരയിൽ ചെന്ന് തട്ടി. 9 അടിയിൽ കൂടുതൽ പൊക്കം വെച്ചിരിക്കുന്നു. ആലീസ് ഓടിച്ചെന്ന് മേശപ്പുറത്തു നിന്നും താക്കോലെടുത്തു. എന്നിട്ട് ആ ചെറിയ വാതിലിനടുത്തെത്തി. അവൾക്കപ്പോൾ വീണ്ടും സങ്കടം വന്നു. വാതിൽ വളരെ ചെറുതല്ലേ? നിലത്ത് ചെരിഞ്ഞു കിടന്ന് ഒറ്റ കണ്ണുകൊണ്ട് വാതിലിനടിയിലൂടെ നോക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എഴുന്നേറ്റിരുന്ന് അവൾ തേങ്ങിക്കരയാൻ തുടങ്ങി. നാണമില്ലേ പെണ്ണെ ഇങ്ങനെ ഇരുന്ന് കരയാൻ? നീ ഇത്രയും വലുതായോ? മിണ്ടാതിരിക്കെ, അവൾ സ്വയം ഓർമ്മപ്പെടുത്തി. എന്നിട്ടും കരച്ചിലൊടുങ്ങിയില്ല. കണ്ണുനീർ ധാരയായി ഒഴുകി. അവൾക്കു ചുറ്റും അതൊരു ജലാശയമായി രൂപം കൊണ്ടു. ആ വലിയ മുറിയുടെ പകുതിയും കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. കാൽ കീഴിൽ എന്തോ ശബ്ദം കേട്ടപ്പോൾ ആരോ വരുന്നുണ്ടെന്ന് ആലീസിന് മനസ്സിലായി. കണ്ണുകൾ മെല്ലെ തുടച്ച് അവൾ നോക്കി. അതാ മുയലച്ചൻ തന്നെ. എത്ര ഭംഗിയായിട്ടാണ് അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത്! ഒരു ജോഡി കൈയുറയും വലിയൊരു വിശറിയും പിടിച്ച് തിരക്കിട്ട് വരികയാണവൻ. കാത്തിരുന്ന് പ്രഭിക്ക് ദേഷ്യം വരുമോ ആവോ? ആരോടെന്നില്ലാതെ മുയിലച്ചൻ പറഞ്ഞു. ആലീസാണെങ്കിൽ സഹായത്തിന് ഒരാളെ തേടി ഇരിക്കുകയായിരുന്നു. അവൾ ഉടനെ ചോദിച്ചു, സർ, ദയവായി സർ. കേട്ട പാതി കേൾക്കാത്ത പാതി പാവം മുയിലച്ചൻ കയ്യിലുള്ളതെല്ലാം താഴെയിട്ട് ഓടടാ ഓട്ടം. ആലീസ് ആ വിശറിയും കൈയുറകളും എടുത്തു. മുറിക്കകത്ത് നല്ല ചൂടുണ്ട്. അവൾ വിശറി കൊണ്ട് വീശാൻ തുടങ്ങി. ഇന്നൊരു വല്ലാത്ത ദിവസം തന്നെ, അവൾ ഓർത്തു. ഇന്നലെ വരെ എല്ലാം പതിവ് പോലെയായിരുന്നു. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? രാവിലെ വല്ല മാറ്റവും ഉണ്ടായിരുന്നു ആവോ? ഉണ്ടായി കാണും, ഇല്ലാതിരിക്കാൻ വഴിയില്ല. എല്ലാം ഒരു കടങ്കഥ പോലെ തോന്നുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ആലീസ് തൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച് ഓർത്തു. താനിനി അവർ വല്ലവരുമായി മാറിപ്പോയോ? ആടപ്പെണ്ണിന് ചുരുണ്ട മുടിയാണുള്ളത്. എൻ്റെ മുടി അങ്ങനെയല്ല. മേബലിനാണെങ്കിൽ ഒരു വസ്തുവും അറിയില്ല. എനിക്കോ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. പഠിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയില്ലേ എന്ന് നോക്കട്ടെ. 5 × 4 12, 4 × 6 13, 4 × 7. ശോ, എത്ര ഗുണിച്ചിട്ടും 20 കിട്ടുന്നില്ലല്ലോ. പോട്ടെ, കണക്ക് മാറ്റി ഭൂമിശാസ്ത്രം നോക്കാം. പാരീസിൻ്റെ തലസ്ഥാനം ലണ്ടൻ, റോമിൻ്റെ തലസ്ഥാനം പാരീസ്. അപ്പോൾ റോം എന്തിൻ്റെ തലസ്ഥാനമായിരിക്കും? ഹേയ്, ഇതൊന്നും ശരിയല്ല. ഞാൻ മേബലായി മാറിപ്പോയെന്നാ തോന്നുന്നത്. ആലീസ് പാഠപുസ്തകത്തിലേതുപോലെ വായിക്കാൻ ശ്രമിച്ചു. വാക്കുകളൊന്നും കൃത്യമായി കിട്ടുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ മേബല് തന്നെ. എനിക്കിനി ആ കൊച്ചു വീട്ടിൽ താമസിക്കേണ്ടി വരും. അവിടെ കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളതോ
പഠിക്കാനായി കുറെ പാഠങ്ങൾ മാത്രം. മുകളിൽ നിന്ന് ആര് വന്ന് വിളിച്ചാലും എൻ്റെ പേരല്ല വിളിക്കുന്നെങ്കിൽ ഞാനിവിടം വിട്ട് പോകില്ല. ആലീസ് പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൾക്ക് തോന്നി, ആരെങ്കിലും വന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാൻ ഒരു സുഖവുമില്ല. അതിനിടയിൽ ഒരു കൈയുറ എടുത്ത് ധരിച്ചത് അവൾ അറിഞ്ഞില്ല. അപ്പോൾ ചെറുതാകുന്നത് പോലെ ഒരു അനുഭവം. ശരിയാണോ? അവൾ മേശയ്ക്കരികിൽ ചെന്ന് നോക്കി. അതെ, തനിക്കിപ്പോൾ വെറും 2 അടി പൊക്കം. അവൾ വീണ്ടും ചെറുതായിക്കൊണ്ടിരുന്നു. കാരണം പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, തൻ്റെ കയ്യിലുള്ള വിശറ് തന്നെ. ഉടനെ അവളത് താഴേക്കെറിഞ്ഞു. ഹോ, രക്ഷപ്പെട്ടു! ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അവൾക്കിപ്പോൾ സന്തോഷമായി. ഇനി പൂന്തോട്ടത്തിൽ പോകാം. ആലീസ് വാതിലിനടുത്തേക്ക് ഓടി. പക്ഷേ വാതിൽ അടഞ്ഞു കിടക്കുന്നതാണ് അവൾ കണ്ടത്. താക്കോലാണെങ്കിൽ മേശപ്പുറത്തും. കഷ്ടം, ഇത്ര ചെറുതാവണ്ടായിരുന്നു, അവൾ ഓർത്തു. തിരക്കിനിടയിൽ ആലീസിൻ്റെ കാലൊന്ന് തെന്നി. ബ്ലും! ആ കണ്ണീർ കയത്തിലേക്ക് ആലീസ് ഉരുണ്ടു വീണു. വെള്ളത്തിൻ്റെ രുചി നാവിൽ തട്ടിയപ്പോൾ അതൊരു കടലാണെന്നാണ് ആദ്യം അവൾ കരുതിയത്. കടലിലാണ് വീണതെങ്കിൽ തീവണ്ടിക്ക് തിരിച്ചു പോകാമെന്നും അവൾ ഉറച്ചു. ഒരിക്കൽ ഒരു കടൽ തീരത്തോട് ചേർന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ട ഓർമ്മയാണ് ആലീസിന്. അധികം കഴിയും മുമ്പേ അവൾക്ക് മനസ്സിലായി, സ്വന്തം കണ്ണുനീരിലാണ് താൻ വീണിരിക്കുന്നതെന്ന്. ഒന്നു കരഞ്ഞാൽ അതും കുഴപ്പം, അവൾ ഓർത്തു. ഇനി എങ്ങനെ ഒന്ന് പുറത്തു കടക്കും? അവൾ പതുക്കെ നീന്തി നോക്കി. സ്വന്തം കണ്ണുനീരിൽ വീണതിന് തക്കതായി ശിക്ഷ കൊടുക്കണം. എന്നാലും ഇങ്ങനെയുമുണ്ട് ഒരു ദിവസം. പെട്ടെന്ന് തടാകത്തിൻ്റെ ഒരറ്റത്ത് എന്തോ അനങ്ങുന്നത് ആലീസ് കണ്ടു. അവൾ അങ്ങോട്ട് നീന്തി ചെന്നു. അതൊരു നീർക്കുതിരയോ ഹിപ്പപ്പൊട്ടാമസോ ആണെന്നവൾ ഭയന്നുപോയി. പിന്നെ മനസ്സിലായി, ഒരു പാവത്താൻ എലിക്കുട്ടൻ. അവളുടെ വലിപ്പക്കുറവ് കൊണ്ടാണ് ആദ്യം അങ്ങനെ തോന്നിയതെന്ന് അവൾക്ക് ബോധ്യമായി. ആലീസിന് അവനോടൊന്ന് സംസാരിക്കാൻ കൊതി തോന്നി. ശ്രമിച്ചു നോക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഹലോ എലിക്കുട്ടാ, ഈ തടാകത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി നിനക്കറിയാമോ? നീന്തി നീന്തി ഞാൻ തളർന്നു പോയി. ഇങ്ങനെയാണ് എലികളോട് സംസാരിക്കേണ്ടത് എന്നവൾ കരുതി. എന്നാൽ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആലീസിനെ നോക്കി ഒന്ന് കണ്ണടച്ചു, അത്രമാത്രം. ഇവൻ വല്ല ഫ്രഞ്ചുകാരനുമായിരിക്കും. എൻ്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടാവില്ല. പണ്ട് പുസ്തകത്തിൽ നിന്നും പഠിച്ച ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു വരി അവൾ പറഞ്ഞു. കേൾക്കേണ്ട താമസം അവനതാ ദൂരെ ചാടി മാറി. അവനാകെ ഭയന്ന് വിറച്ചു. ക്ഷമിക്കണം എലിക്കുട്ടാ, ക്ഷമിക്കണം. നിനക്ക് പൂച്ചകളെ ഇഷ്ടമല്ലെന്നത് ഞാൻ മറന്നുപോയി. ആലീസ് ക്ഷമായാചന നടത്തി. പൂച്ചകളെ ഇഷ്ടമല്ലെന്ന്? എൻ്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ നിനക്ക് പൂച്ചകളെ ഇഷ്ടമുണ്ടാകുമോ? ആദ്യമായി അവനൊന്ന് വാ തുറന്നു. ഇല്ല, നീ പറഞ്ഞത് ശരിയാ. ആലീസ് അവനെ ആശ്വസിപ്പിച്ചു. നീ ദേഷ്യപ്പെടാതിരിക്കെ. എൻ്റെ ദിനായെ നീ കണ്ടിട്ടുണ്ടോ? അവളെ കണ്ടാൽ മതി, പിന്നെ നിനക്ക് പൂച്ചകളെ ഇഷ്ടമാകും. എത്ര മിടുക്കിയാണെന്നോ ദിന. അടുപ്പിനടുത്തിരുന്ന് അവൾ കാലു നക്കുന്നതും മുഖം തുടയ്ക്കുന്നതും കരയുന്നതുമെല്ലാം കാണേണ്ടത് തന്നെ. എലിയെ പിടിക്കാൻ അവൾ ബഹുകേമിയാണ്. ഹോ, ക്ഷമിക്കണം എലിക്കുട്ട. ഭയന്ന് വിറയ്ക്കുന്ന അവനോടായി അവൾ പറഞ്ഞു. വേണ്ട, നമുക്കിനി അവളെപ്പറ്റി സംസാരിക്കേണ്ട. നമ്മളോ? അവൻ ചോദിച്ചു. ഞാനൊന്നും സംസാരിച്ചില്ലല്ലോ. എനിക്കെന്നല്ല, എൻ്റെ വീട്ടുകാർക്കും പൂച്ചകളെ ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തുക്കൾ. അവരുടെ പേര് പോലും എനിക്ക് കേൾക്കണ്ട. ഇല്ലില്ല, ഞാനിനി ഒന്നും പറയില്ല. ആലീസ് മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു. എലിക്കുട്ടാ, നിനക്ക് പട്ടികളെ ഇഷ്ടമാണോ? അവൻ മറുപടി പറഞ്ഞില്ല. ആലീസ് തുടർന്നു. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നല്ലൊരു നായ്ക്കുട്ടിയുണ്ട്. തിളങ്ങുന്ന കണ്ണുകളും നീണ്ടു ചുരുണ്ട രോമങ്ങളുമാണ് അവനുള്ളത്. എത്ര ഉപകാരിയാണെന്നോ അവൻ.
എലിയെ കൊല്ലുന്ന കാര്യത്തിൽ മിടുമിടുക്കൻ. അയ്യോ, മറന്നുപോയിട്ടോ, ഞാൻ നിന്നെ വീണ്ടും പേടിപ്പിച്ചു അല്ലേ? അവൾ പറഞ്ഞ് മുഴുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളിൽ നിന്നും നീന്തിയകന്നു. ആലീസ് സ്നേഹത്തോടെ വിളിച്ചു, എലിക്കുട്ടാ, തിരിച്ചു വാ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാനിനി പറയില്ല. ഇത് കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നിന്നു. അവളുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ നീന്തി വന്നു. അവൻ്റെ മുഖം പേടിച്ച് വിളറിപ്പോയിരുന്നു. വിറച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്, വരൂ, നമുക്ക് ആ കരയിലേക്ക് പോകാം. അവിടെ വെച്ച് എൻ്റെ കഥ നിന്നോട് ഞാൻ പറയാം. എന്നിട്ട് നീ പറയൂ, ഞാനിവരെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്ന്. കണ്ണീർ തടാകത്തിലിപ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂടി. പക്ഷികളും മൃഗങ്ങളുമായി കുറേ പേർ. ഓരോരുത്തരും അറിയാതെ വന്നു വീണതാണ്. ഒരു താറാവ്, ഒരു ഡോഡോ പക്ഷി, ഒരു വാലില്ല കുരങ്ങ്, ഒരു കഴുകൻ കുഞ്ഞ്, പിന്നെ വേറെ പല ജീവികളും. ആലീസ് വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ അവരും അവളെ പിന്തുടർന്നു. വ്യത്യസ്ത വേഷക്കാരും വിചിത്ര സ്വഭാവക്കാരുമായ കുറച്ചു പേർ ആലീസിനോടൊപ്പം തടാകക്കരയിൽ സമ്മേളിച്ചു. എല്ലാവരും കണ്ണീരിൽ വീണ് കുതിർന്നിരിക്കുകയാണ്. അവരൊക്കെ അസ്വസ്ഥരുമാണ്. എങ്ങനെ ഈ ഈർപ്പമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം? അവർ കൂടിയാലോചിച്ചു. ഇവരൊക്കെ തനിക്ക് പണ്ടേ പരിചിതരാണ് എന്ന മട്ടിൽ ആലീസ് അവരോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കുരങ്ങച്ചനുമായി ഒരു വാക്കേറ്റമുണ്ടായി. അവൻ അനിഷ്ടത്തോടെ പറഞ്ഞു, നിന്നേക്കാൾ കൂടുതൽ പ്രായവും വിവരവും എനിക്കുണ്ട്. ആലീസിനപ്പോൾ അവൻ്റെ പ്രായമറിയണം എന്നായി. അവനുണ്ടോ പറയുന്നു, പിന്നത്തെ കാര്യം പറയണ്ട. ഒടുവിൽ എലിക്കുട്ടൻ പറഞ്ഞു, എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നേ. അധികാരസ്വരത്തിൽ അവൻ പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് കേട്ടേ. ഈർപ്പം മാറ്റാനൊരു വിദ്യയുണ്ട്. വിദ്യ പഠിക്കാൻ എല്ലാവരും അവന് ചുറ്റും കൂടി. ആലീസ് ശ്രദ്ധാപൂർവം ഇരുന്നു. വേഗം ഉണങ്ങിയില്ലെങ്കിൽ ജലദോഷം പിടിക്കുമെന്ന് അവൾക്കറിയാം. ഗൗരവഭാവത്തിൽ എലിക്കുട്ടൻ പറഞ്ഞു, എല്ലാവരും തയ്യാറല്ലേ? നിശബ്ദമായിരിക്കണം. ഉണങ്ങാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. ശ്രദ്ധിച്ചിരിക്കണം. അവനൊരു കഥ പറയാൻ തുടങ്ങി. വില്യം അജയനായിരുന്നു. പോപ്പിൻ്റെ സഹായം ഉണ്ടായിരുന്നിട്ട് കൂടി ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ അയാൾ കീഴടങ്ങി. ഇംഗ്ലീഷുകാർ നല്ല ആക്രമണകാരികളാണല്ലോ. അധികാരം പിടിച്ചെടുക്കുന്നതിലും അവർ സമർത്ഥർ തന്നെ. മേഴ്സിയയിലെയും നോർത്തംബർലാൻഡിലെയും പ്രഭുക്കളായ എഡ്വിനും മോഴ്സറും, ഹോ, വിറച്ചുകൊണ്ട് കുരങ്ങച്ചൻ പറഞ്ഞു. എന്തേ? ഏലിക്കുട്ടൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ വല്ലതും പറഞ്ഞു? ഹേയ്, ഒന്നുമില്ല. കുരങ്ങച്ചൻ തിടുക്കത്തിൽ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നി നീ എന്തോ പറഞ്ഞെന്ന്. ഏലിക്കുട്ടൻ പറഞ്ഞു. എന്നാ ഞാൻ കഥ തുടരാം. ഈ പ്രഭുക്കൾ വില്യമിനെ അനുകൂലിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. ദേശസ്നേഹിയായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് സ്റ്റിഗാൻസിനും ഇത് സ്വീകാര്യമായി. ഇത് സ്വീകാര്യമായോ? ഏത്? താറാവ് ഇടയിൽ കയറി ചോദിച്ചു. ഇത് തന്നെ. ഇതിൻ്റെ അർത്ഥം നിനക്കറിയില്ലേ? എലിക്കുട്ടൻ മറുചോദ്യം തൊടുത്തു. ഒരു സാധനം കണ്ടാൽ അതെന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ആർച്ച് ബിഷപ്പിന് എന്ത് സ്വീകാര്യമായി എന്നാണ്. എലിക്കുട്ടൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കഥയുടെ ബാക്കി ഭാഗത്തേക്ക് കടന്നു. എഡ്ഗർ എറ്റിങ്ങിനൊപ്പം പോയി വില്യമിനെ കാണുന്നതും കിരീടം വാഗ്ദാനം ചെയ്യുന്നതും സ്വീകാര്യമായി തോന്നി. വില്യമിൻ്റെ സ്വഭാവത്തിന് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആ നോർമൻകാരുടെ ധിക്കാരം. അങ്ങനെ ഈർപ്പം മാറിത്തുടങ്ങിയോ? ആലീസിനോടായി ഏലിക്കുട്ടൻ ചോദിച്ചു. ഇതുകൊണ്ടൊന്നും ഉണങ്ങുമെന്ന് തോന്നുന്നില്ല, വിഷാദത്തോടെ അവൾ പറഞ്ഞു. നമുക്ക് ഈ സമ്മേളനം നിർത്തിവെക്കാം. ഇതിലും നല്ല വല്ല പരിഹാരമുണ്ടോ എന്ന് നോക്കാം. ഡോഡോ പക്ഷി പതുക്കെ എഴുന്നേറ്റു. ഡോഡോ, ഇംഗ്ലീഷിൽ പറയൂ. നിന്റെ ഭാഷ പകുതി പോലും എനിക്ക് മനസ്സിലായില്ല. പോരാത്തതിന് എനിക്ക് നിന്നെ വിശ്വാസവുമില്ല. തല കുനിച്ച് ചിരിച്ചുകൊണ്ട് കഴുകൻ കുഞ്ഞ് പറഞ്ഞു.
മറ്റ് ചിലരുടെ ചിരി അല്പം ഉച്ചത്തിലുമായി. ഉണങ്ങാൻ നല്ലൊരു മാർഗമേ ഞാൻ പറഞ്ഞുള്ളൂ. ഡോഡോയ്ക്ക് ദേഷ്യം വന്നു. നമുക്കെല്ലാവർക്കും കൂടി വട്ടത്തിലൊന്ന് ഓടാം. വട്ടത്തിലോട്ടമോ? അതെന്താ? ആലീസ് ചോദിച്ചു. മറ്റാരെങ്കിലും വിശദീകരിക്കട്ടെ എന്ന് കരുതി ഡോഡോ പക്ഷി. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്തറിയിക്കുന്നതാണ്. ഡോഡോ ഒരു വലിയ വൃത്തം വരച്ചു. ഓരോരുത്തരെയായി അവൻ ആ വൃത്തത്തിൽ കയറ്റി നിർത്തി. ഇനി നമുക്ക് ഓട്ടം തുടങ്ങാം. എപ്പോൾ വേണമെങ്കിലും ആർക്കും ഓട്ടം നിർത്താം. ഏകദേശം അരമണിക്കൂർ ഓടിക്കഴിഞ്ഞ് ഈർപ്പമെല്ലാം പോയപ്പോൾ ഡോഡോ പറഞ്ഞു, ഓട്ടം നിർത്തിക്കോളൂ. കിതച്ചുകൊണ്ട് എല്ലാവരും ഡോഡോയ്ക്ക് ചുറ്റും വന്നു നിന്നു. അവർ ചോദിച്ചു, ഓട്ടത്തിൽ ആരാ ജയിച്ചത്? ഡോഡോ കുഴങ്ങിപ്പോയി. പെട്ടെന്നൊരു മറുപടി പറയാൻ അവനായില്ല. ഒരു നിമിഷം നെറ്റിയിൽ ഒരു വിരലമർത്തി ഒരു ഷേക്സ്പിയർ ചിത്രം പോലെ അവൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ജയിച്ചു. എല്ലാവർക്കുമുണ്ട് സമ്മാനം. സമ്മാനമോ? അതാര് തരും? ഒന്നിച്ചൊരു ചോദ്യമുയർന്നു. സംശയമെന്ത്? ആലീസിന് നേരെ കൈ ചൂണ്ടി അവൻ പറഞ്ഞു, ദാ ഇവൾ തരും. ആലീസ് അമ്പരന്ന് പോയി. താൻ സമ്മാനം കൊടുക്കണം പോലും. അവൾ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ഭാഗ്യം, ഒരു മിഠായി കൂടുണ്ട്. ഓരോ മിഠായി വീതം അവൾ എല്ലാവർക്കും സമ്മാനിച്ചു. അപ്പോ ആലീസിന് ആര് സമ്മാനം കൊടുക്കും? എലിക്കുട്ടന് ഒരു സംശയം. കൊടുക്കാം, ഡോഡോ ഗൗരവത്തോടെ പറഞ്ഞു. എന്നിട്ടവൻ ആലീസിനോട് ചോദിച്ചു, ഇനി എന്താ നിന്റെ പോക്കറ്റിലുള്ളത്? ഒരു ചെറിയ വിരലുറ, ആലീസ് പറഞ്ഞു. അതിങ്ങ് തരൂ. ഡോഡോ അത് വാങ്ങി എല്ലാവർക്കും നടുവിൽ നിന്ന് ആലീസിന് നേരെ നീട്ടി. ആലീസ്, ഈ മനോഹരമായ സമ്മാനം നീ സ്വീകരിച്ചാലും, അവൻ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഇതെന്തൊരു വിഡ്ഢിത്തം, ആലീസ് ഓർത്തു. പക്ഷേ കൂട്ടുകാരൊക്കെ വലിയ ഗൗരവത്തിലാണ്. അതുകൊണ്ട് ഒന്ന് ചിരിക്കാൻ പോലും അവൾ ധൈര്യപ്പെട്ടില്ല. തികഞ്ഞ ഗൗരവത്തോടെ ആലീസ് ആ സമ്മാനം ഏറ്റുവാങ്ങി. ചടങ്ങുകൾ പൂർത്തിയായതോടെ അവർ മിഠായി തീറ്റ തുടങ്ങി. അതൊരു കോലാഹലത്തിന് തന്നെ വഴിവെച്ചു. മിഠായിയുടെ രുചി അറിയാൻ കഴിഞ്ഞില്ലെന്ന് ചിലർ. മറ്റു ചിലരുടെ തൊണ്ടയിൽ അത് തടഞ്ഞുവത്രേ. ഒടുവിൽ തിന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വട്ടത്തിലിരുന്നു. എന്നിട്ട് എലിക്കുട്ടനോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു. നിന്റെ കഥ നീ എന്നോട് പറയാമെന്ന് ഏറ്റിരുന്നല്ലേ? ആലീസ് ചോദിച്ചു. പൂച്ചയെയും പട്ടിയെയും വെറുക്കാനുള്ള കാരണവും? അതവൾ വളരെ പതുക്കെയാണ് പറഞ്ഞത്. എലിക്കുട്ടന് ഞെട്ടലുണ്ടായാലോ? ദുഃഖകരമായ ഒരു നീണ്ട കഥയാണ് എനിക്കുള്ളത്, നെടുവീർപ്പോടെ അവൻ പറഞ്ഞു. ശരിയാണ്, നിന്റെ വാൽ വളരെ നീണ്ടതാണ്. വാലിനെ പറ്റിയാണ് അവൻ പറഞ്ഞതെന്നാണ് ആലീസ് കരുതിയത്. എന്നിട്ടവൾ ചോദിച്ചു, പക്ഷേ അതിലിത്ര ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? കഥയാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് നനച്ച് ഏലിക്കുട്ടൻ ആ നീണ്ട കഥ പറഞ്ഞു തുടങ്ങി. ആരും ശ്രദ്ധിക്കുന്നില്ല. ആലീസിനോടായി അവൻ പറഞ്ഞു, നീ എന്താ ആലോചിക്കുന്നത്? ക്ഷമിക്കണം, ആലീസ് പറഞ്ഞു. വാലിൻ്റെ 5ാമത്തെ വളവിലെ കാര്യമല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്? ഞാനൊരു വളവിനെ പറ്റിയും പറഞ്ഞില്ല. എലിക്കുട്ടന് ദേഷ്യം വന്നു. ഇതാ, നിന്റെ വാലിൽ ഇവിടെയായി ഒരു കെട്ടുണ്ട്. ഞാനത് അഴിക്കട്ടെ? ആലീസ് സഹായിക്കാമെന്ന് വിചാരിച്ചു. ഇതുകൂടി കേട്ടപ്പോൾ അവന് കോപം കാലശലായി. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് നടന്നു. വിഡ്ഢിത്തം പറഞ്ഞ് അപമാനിക്കുകയാണല്ലേ? പോകുന്ന പോക്കിൽ അവൻ ചോദിച്ചു. ഹേയ്, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആലീസ് ക്ഷമായാചന നടത്തി. നീ എത്ര വേഗമാ പിണങ്ങുന്നത്? മറുപടിയായി എലിക്കുട്ടൻ ഒന്ന് മുരുണ്ടതേയുള്ളൂ. ദയവുണ്ടായി നീ തിരിച്ചു വരണം. എന്നിട്ട് ആ കഥ പൂർത്തിയാക്കൂ, ആലീസ് വിളിച്ചു പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവരും അവളോടൊപ്പം ചേർന്നു. എന്നാൽ അവൻ തിരിച്ചു വന്നില്ല. തലകുലുക്കി ഇത്തിരി കൂടി വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവൻ പോയത് കഷ്ടമായി പോയി.
കൂരങ്ങച്ചൻ പറഞ്ഞു. ഈ അവസരം പാഴാക്കാതെ ഒരമ്മ ഞണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദേശിച്ചു. മോളെ, ഇത് നിനക്കൊരു പാഠമാകണം. ഒരിക്കലും നിനക്കിതുപോലെ ദേഷ്യം വരരുത്. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞണ്ടു കുഞ്ഞിന് ഉപദേശം പിടിച്ചില്ല. എൻ്റെ ദിന, ഇപ്പോൾ ഇവിടെ നീ ഉണ്ടായിരുന്നെങ്കിൽ, ആലീസ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആ എലിക്കുട്ടനെ അവൾ തിരിച്ചു കൊണ്ടുവന്നേനെ. ദിനയോ? അതാരാ? കുരങ്ങച്ചൻ ചോദിച്ചു. ആലീസിന് ഉത്സാഹമായി. ദിനായെക്കുറിച്ച് പറയാൻ അവൾക്ക് ഇഷ്ടമേയുള്ളൂ. എൻ്റെ പൂച്ച, അല്ലാതെ ആരാ? എലിയെ പിടിക്കാൻ ഇതുപോലൊരു പൂച്ച വേറെയില്ല. അവൾ പക്ഷികളെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കിളിയെങ്ങാൻ കണ്ണിൽ പെട്ടാൽ മതി, ആ നിമിഷം അവൾ അതിനകത്താക്കും. ചുറ്റും കൂടിയിരുന്നവരിൽ ഈ വാർത്ത ഒരനക്കമുണ്ടാക്കി. ചില പക്ഷികൾ പൊടുന്നനെ സ്ഥലം കാലിയാക്കി. ഒരു വായാടി തള്ളപ്പക്ഷി സ്വന്തം ചിറകുകൾക്കുള്ളിൽ പതുങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ എന്ത് തണുപ്പാ! എൻ്റെ തൊണ്ട ശരിയല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോയേ പറ്റൂ. വരൂ മക്കളെ, വരൂ. ഉറങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു മൈന അവളുടെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് കേട്ടു. ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഓരോരുത്തരും പോയി. ഒടുവിൽ ആലീസ് തനിച്ചായി. ദിനായെപ്പറ്റി പറയണ്ടായിരുന്നു. അവൾക്ക് വിഷമം തോന്നി. ഒരാൾക്കും അവളെ ഇഷ്ടമല്ല. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പൂച്ചയാണവൾ. എൻ്റെ ദിന, ഇനി എന്നെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? ആലീസ് വീണ്ടും കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരുടെയോ കാൽപ്പെരുമാറ്റം അവൾ കേട്ടു. അവൾക്ക് ജിജ്ഞാസ തോന്നി. ഒരു പക്ഷേ ആ എലിക്കുട്ടൻ മനസ്സ് മാറി തിരിച്ചു വരുന്നതായിരിക്കുമോ, സ്വന്തം കഥ പറഞ്ഞു തീർക്കാൻ? ആ വെളുത്ത മുയലച്ചനായിരുന്നു അത്. നഷ്ടപ്പെട്ടതെന്തോ തിരഞ്ഞ് പോയ വഴിയെ തിരിച്ചു വരികയാണവൻ. എൻ്റെ ഈ കൈകൾ, എൻ്റെ ശരീരം, ഇതൊക്കെ എനിക്കിന്ന് നഷ്ടപ്പെടും. ആ പ്രഭി എന്നെ ഇന്ന് കൊല്ലും. ഷോ, എന്നാലും ഞാനത് എവിടെ മറന്നിട്ടു? നടത്തത്തിനിടയിൽ മുയലച്ചൻ പിറുപിറുത്തുകൊണ്ടിരുന്നു. ആലീസിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവൻ്റെ കൈയുറകളും വിശറിയും അന്വേഷിക്കുകയാണവൻ. മുയലച്ചനെ സഹായിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. പക്ഷേ എവിടെ കാണാൻ? ആ കണ്ണീർ തടാകത്തിൽ ഒന്ന് നീന്തിയതോടെ എല്ലാം മാറിപ്പോയി. ഇപ്പോൾ ആ വലിയ മുറിയും ചില്ലുമേശയും അവിടുത്തെ ആ കൊച്ചുവാതിലും ഒന്നുമൊന്നും കാണാനില്ല. ഒക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. തിരച്ചിലിനിടയിൽ മുയലച്ചൻ ആലീസിനെ കണ്ടു. മേരി, നീ ഇവിടെ എന്തെടുക്കുകയാണ്? അവൻ ദേഷ്യത്തോടെ വിളിച്ചു ചോദിച്ചു. വേഗം വീട്ടിൽ ചെന്ന് ഒരു ജോഡി കൈയുറകളും ആ വിശറിയും എടുത്തുകൊണ്ടുവാ. വേഗം വേണം. ആലീസ് ഒന്ന് ഭയന്നു. മുയലച്ചൻ ചൂണ്ടിക്കാട്ടിയ ദിശയിലേക്ക് അവൾ ഓടി. മേരിയല്ല, താൻ ആലീസാണ് എന്ന് പറയാനൊന്നും അവൾ നിന്നില്ല. ഞാനവൻ്റെ വീട്ടുവേലക്കാരിയാണെന്നാവും അവൻ വിചാരിച്ചത്. ഓട്ടത്തിനിടയിൽ ആലീസ് മന്ത്രിച്ചു. സത്യം തിരിച്ചറിയുമ്പോൾ നല്ല രസമായിരിക്കും. ഏതായാലും ഇപ്പോൾ കൈയുറകളും വിശറിയും കൊണ്ടുചെന്ന് കൊടുക്കാം. ആലീസ് ഓടിയെത്തിയത് ഒരു കൊച്ചു വീടിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ വാതിലിൽ തിളക്കമുള്ള ഒരു പിച്ചളത്തകിടിൽ വെളുത്ത മുയൽ എന്നെഴുതി വച്ചിട്ടുണ്ട്. വാതിൽ മുട്ടാനൊന്നും അവൾ നിന്നില്ല. അകത്ത് കടന്ന് ഏണിപ്പടികൾ ഓടിക്കയറി. മേരി എങ്ങാനും കണ്ടാൽ എല്ലാം എടുക്കുന്നതിന് മുമ്പ് അവൾ തന്നെ ആട്ടിപ്പുറത്താക്കും. ദാ, ഒരു മുയലിൻ്റെ ആജ്ഞ കേട്ട് ഞാനിപ്പോൾ ഓടി നടക്കുന്നു. ഇനി എന്നാണാവോ ദിനായുടെ ആജ്ഞ കേട്ട് ഞാൻ ഓടി നടക്കേണ്ടി വരിക? ഓരോ ദൃശ്യവും ആലീസിൻ്റെ ഭാവനയിൽ തെളിഞ്ഞു. ആലീസ്, ഇവിടെ വരൂ. ആലീസ്, ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വരാം എന്നിങ്ങനെ ദിന പറയും. അവൾ വരുന്നതുവരെ എലി പുറത്തു പോകാതെ എലിമാളത്തിന് കാവലിരിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദിന ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ വീട്ടുകാർ അവളെ അടിച്ച് പുറത്താക്കും. അടുത്ത നിമിഷം ആലീസ് ഒരു കൊച്ചു മുറിയിലെത്തി. അതിനകത്ത് ജനാലയ്ക്കരികിൽ ഒരു മേശപ്പുറത്ത് വിശറിയും 3 ജോഡി കൈയുറകളും അവൾ കണ്ടു.
അവയെടുത്ത് പുറത്തേക്കിറങ്ങാൻ തുടങ്ങവേ അവിടെ നിലക്കണ്ണാടിക്കരികിൽ ഒരു കുപ്പിയിരിക്കുന്നത് അവൾ കണ്ടു. യാതൊരുവിധ ലേബലും അതിൽ കാണാനില്ലാത്തതുകൊണ്ട് അവൾ ആ കുപ്പിയെടുത്ത് ചുണ്ടോടടുപ്പിച്ചു. രസാവഹമായി എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല. എനിക്കൊന്ന് വലുതാകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ചെറുതായിരുന്നിട്ട് ഒരു സുഖവുമില്ല, അവൾ വിചാരിച്ചു. എന്ത് വിചാരിച്ചുവോ അതുതന്നെ സംഭവിച്ചു. ആശിച്ചതിലും വളരെ നേരത്തെ തന്നെ. പകുതി പോലും കുടിച്ചു തീരുന്നതിന് മുമ്പേ ആലീസിന് പൊക്കം വെച്ചു. അവളുടെ തല മേൽക്കൂരയിൽ ചെന്നുമുട്ടി. കഴുത്തൊടിയാതിരിക്കാൻ അവൾ തല കുനിച്ചു നിന്നു. കുപ്പി ഉടനെ താഴെ വെച്ച് അവൾ സ്വയം പറഞ്ഞു, മതി മതി, ഇത്രയും വളർന്നാൽ മതി. ഇപ്പോൾ തന്നെ വാതിലൂടെ പുറത്തു കടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇത്രയധികം കുടിക്കേണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? ആലീസ് വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾക്ക് മുട്ടുകുത്തി നിൽക്കേണ്ടതായി വന്നു. പിന്നെ അതിനും പറ്റാതായി. നിലത്ത് കൈമുട്ടൂനി അവൾ കിടന്നു. ഒരു കൈ തലയ്ക്ക് ചുറ്റും ചുരുട്ടി വെച്ചു. എന്നിട്ടും അവളുടെ വളർച്ച അവസാനിച്ചില്ല. അവൾ കൈ ജനലിലൂടെ പുറത്തേക്കിട്ടു. മുറിയിലെ പുകക്കുഴലിലൂടെ ഒരു പാദം നീട്ടിവെച്ചു. ഒന്നിനും വയ്യാത്ത നിലയിലായി. ഇനിയും എന്തൊക്കെ എനിക്ക് സംഭവിക്കുമോ എന്തോ. ഇതോടെ അവളുടെ വളർച്ച നിന്നു. എങ്കിലും മറ്റൊരു പ്രശ്നം അവളെ അലട്ടി. ഇനി എങ്ങനെ ഒന്ന് പുറത്തു കടക്കും? ആലീസിന് വല്ലാതെ ദുഃഖം തോന്നി. വീട്ടിലായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു, ആലീസ് ഓർമ്മിച്ചു. ഇങ്ങനെ വലുതാകലുമില്ല, ചെറുതാകലുമില്ല. എലിയുടെയും മുയലിൻ്റെയും ഒന്നും ആജ്ഞയും അനുസരിക്കേണ്ടായിരുന്നു. ആ മുയൽ മാളത്തിലൂടെ താഴേക്ക് പോന്നതാണ് ഇതിനൊക്കെ കാരണം. ഒരു വിചിത്രമായ സ്ഥലം തന്നെ. എന്ത് പറ്റിയതാണാവോ എനിക്ക്? യക്ഷിക്കഥകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയോ എനിക്ക് ചുറ്റും ഇപ്പോൾ സംഭവിക്കുകയാണ്. തീർച്ചയായും ഇതേപ്പറ്റി ഒരു പുസ്തകം എഴുതണം. വളർന്ന് വളർന്ന് വലുതായിട്ട് വേണം എഴുതാൻ. അല്ല, ഞാനിപ്പോൾ തന്നെ വലുതായിട്ടുണ്ടല്ലോ. ആലീസിന് സങ്കടം കലശലായി. ഇതാ, എനിക്കിപ്പോൾ വളരാൻ ഇടം കൂടിയില്ലാതെയായി. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വളരില്ല, അവൾ ആലോചിച്ചു. ഒരു കണക്കിന് അതും നല്ലതാണ്. അധികം വളർന്നാൽ വയസ്സാവില്ലേ? വളരാതിരുന്നാലോ? അയ്യോ, എന്നും പഠിക്കേണ്ടി വരും. അതാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടവുമല്ല. ആലീസേ, നീ ഒരു വിഡ്ഢി തന്നെ, അവൾ സ്വയം പറഞ്ഞു. ഇവിടെ വെച്ച് നിനക്ക് എങ്ങനെ പാഠങ്ങൾ പഠിക്കാനാകും? നിനക്ക് നിൽക്കാൻ തന്നെ ഇവിടെ ഇടമില്ല, പിന്നെയല്ലേ പുസ്തകങ്ങൾക്ക്? ആലീസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും ചിന്തിച്ചും കൊണ്ടും ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. മേരി, ഹേയ് മേരി, ആ കൈയുറകൾ വേഗം ഇങ്ങ് കൊണ്ടുവാ. ആരോ കോണിപ്പടികൾ കയറി വരുന്ന ശബ്ദം. ഹാ, ആ മുയലച്ചനായിരിക്കും അത്. ആലീസ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ വീട് കുലുങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് മുയലച്ചൻ ആ വാതിലിനടുത്തെത്തി അത് തുറക്കാൻ നോക്കി. പക്ഷേ ആലീസിൻ്റെ കൈമുട്ടുകൊണ്ട് അത് അമർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മുയലച്ചൻ്റെ ശ്രമം പാഴായിപ്പോയി. അപ്പുറത്ത് ചെന്ന് ജനാലയിലൂടെ അകത്ത് കടക്കാം, അവൻ പറയുന്നത് കേട്ടു. അതും നടക്കാത്ത കാര്യമാണെന്ന് ആലീസിന് മനസ്സിലായി. മുയലച്ചൻ ജനാലയ്ക്ക് കീഴെ വന്നു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കൈ പുറത്തേക്ക് നീട്ടി അവൾ അവിടെ ഒന്ന് പരതി. എന്നാൽ ഒന്നും കയ്യിൽ തടഞ്ഞില്ല. ഉടനെ ഒരലർച്ച അവൾ കേട്ടു. ആരോ വീഴുന്നത് പോലെ. ചില്ലുകൾ ഉടഞ്ഞു വീഴുകയാണെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ മുയലച്ചൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടു. പാറ്റ് പാറ്റ്, എവിടെയാ നീ? അതിന് മറുപടിയായി മറ്റൊരു ശബ്ദമുയർന്നു. ഞാനിവിടെ ഉണ്ടേ. ആപ്പിൾ നടാനുള്ള കുഴി ഉണ്ടാക്കുകയാണ്. ആപ്പിൾ നടാൻ കുഴി ഉണ്ടാക്കുന്നു. മുയലച്ചന് കാലി കയറി. ഒന്നോടി വന്നേ, ഈ കുടുക്കിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കേ. വീണ്ടും ചില്ലുകൾ ഉടഞ്ഞു വീഴുന്ന ശബ്ദമുണ്ടായി. പാറ്റ്, ആ ജനാലയിലൂടെ പുറത്തേക്ക് നീണ്ടുകിടക്കുന്നത് എന്താ? അതൊരു കയ്യാണ്. കയ്യോ? അതിന് ജനലിനോളം വലിപ്പമോ?
അതേ ഏമാനെ, അതൊരു കൈ തന്നെയാണ്. അതെന്തിനാണിവിടെ? നീ ചെന്ന് അത് എടുത്തു മാറ്റ്. പിന്നീട് കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിക്കുന്നത് പോലെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഏമാനെ, അതെനിക്കിഷ്ടമല്ല. എടാ ബീരു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. ആലീസ് തൻ്റെ കൈ വീണ്ടും നിവർത്തി. ചുറ്റുമൊന്ന് വട്ടം കറക്കി. പെട്ടെന്ന് ചെറിയ രണ്ട് അലർച്ചകൾ കൂടി ഉയർന്നു. കൂടുതൽ ചില്ലുകൾ ഉടയുന്നു. ഇനി എന്താണാവോ അവർ ചെയ്യുന്നത്? അവൾ വിചാരിച്ചു. എന്നെ ഒന്ന് വലിച്ച് പുറത്താക്കിയാൽ മതിയായിരുന്നു. ഇതിനകത്ത് ഒരു നിമിഷം പോലും ഇനി കഴിയാൻ വയ്യ. ആലീസ് കാതോർത്ത് കിടന്നു. സമയം പിന്നെയും കടന്നുപോയി. ഒടുവിൽ ഉരുണ്ടുവരുന്ന വണ്ടിച്ചക്രങ്ങളുടെ ശബ്ദം അവൾ കേട്ടു. 1000 വ്യത്യസ്ത ശബ്ദങ്ങളും. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. മറ്റേ കോണി എവിടെയാ? ബിൽ, നീ അത് എടുത്തുകൊണ്ടുവാ. ഇതാ ഈ മൂലയിൽ വെക്കേ. എന്നിട്ടും പൊക്കം ശരിയാവുന്നില്ലല്ലോ. ഹേയ് ബിൽ, നീ ഈ കയറൊന്ന് പിടിക്ക്. മേൽക്കൂരയ്ക്ക് താങ്ങാൻ പറ്റുമോ? ആ ഒടിഞ്ഞ പലക നോക്കണേ. ഹോ, ദാ വരുന്നു താഴേക്ക്. തല കീഴായി തന്നെ. അതേ തുടർന്ന് ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആരാ അത് ചെയ്തേ? ബില്ലാണെന്ന് തോന്നുന്നു. ആ പുകക്കുഴലിലൂടെ ആര് താഴേക്ക് ഇറങ്ങും? ഞാനില്ല, നീ പോകൂ. ഏയ്, ഞാൻ പോകില്ല. എന്നാൽ ബിൽ പോകട്ടെ. ബിൽ, ദേ ഏമാൻ പറയുന്നു, ആ പുകക്കുഴലിലൂടെ നീ വീടിനകത്ത് കടക്കണമെന്ന്. അപ്പോ ബില്ലായിരിക്കും ഈ പുകക്കുഴലിലൂടെ അകത്ത് കടക്കുക. ആലീസ് മന്ത്രിച്ചു. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവലിൻ്റെ 1-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.